ഡെയർഡെവിളിന്റെ നെക്സ്റ്റ് എപ്പിസോഡിനോടൊപ്പം തന്നെ സൂപ്പർ ഹീറോ ഫാൻസിന് വളരെയധികം ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള പല സീരീസുകളുടെയും എപ്പിസോഡുകൾ അടുത്ത ആഴ്ച റിലീസ് ആവുകയാണ്. അവയോടൊപ്പം തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒട്ടനേകം മാർവൽ DC ഹോളിവുഡ് അപ്ഡേഷൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. പ്രധാനമായിട്ടും മാർവലിന്റെ ഭാഗത്തു നിന്നുമുള്ള അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡെയർഡെവിൾ സീസൺ 2 രണ്ട് എപ്പിസോഡുകളാണ് ഈ ഒരാഴ്ച റിലീസ് ആയിട്ടുള്ളത്. ഏപ്രിൽ 7 4ാമത്തെ എപ്പിസോഡ് ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു സീരീസിന് ശേഷമായി മെയ് 12 പണിഷറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്പെഷ്യൽ പ്രസന്റേഷനും പുറത്തിറങ്ങുന്നതായിട്ട് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ട്രെയിലറിലൂടെ തന്നെ ജെസിക്ക ജോൺസ് ഈ ഒരു സീരീസിലുണ്ടെന്ന് കൺഫേം ചെയ്തിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒഫീഷ്യൽ സെറ്റ് പിക്കിലൂടെ തന്നെ ജെസിക്ക ജോൺസിനോടൊപ്പം തന്നെ മറ്റ് ഡിഫൻഡേഴ്സ് എല്ലാവരും തന്നെ ഈ ഒരു എൻഡർ സീരീസിലേക്ക് കടന്നു വരികയാണ്. സോ ദ ഡിഫൻഡേഴ്സ് ആർ ബാക്ക്. ഓൾറെഡി വളരെയധികം ഹൈപ്പായിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് ഇപ്പോൾ ഡെയർഡെവിളിന്റെ ഭാഗത്തുനിന്നും പുറത്തു വന്നിരിക്കുന്നത്. മേയറായി മാറിയിരിക്കുന്ന ക്വിൻപിനെ എതിർക്കുവാൻ വേണ്ടി എങ്ങനെയാണ് ഡെയർഡെവിളിന്റെ റെസിസ്റ്റൻസ് ടീം ഒരുങ്ങുക എന്ന് നമുക്ക് ഈ ഒരു എൻഡർ സീരീസിലൂടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവസാനമായി വരാൻ പോകുന്ന പണിഷറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്പെഷ്യൽ പ്രസന്റേഷനിൽ ഈ കാര്യങ്ങളെല്ലാം പണിഷറെ എങ്ങനെയാണ് അഫക്ട് ചെയ്തിട്ടുള്ളതെന്നും വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നതാണ്. അതിന്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയായിരിക്കും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലേക്കുള്ള സ്പൈഡറിന്റെ എൻട്രി. ടോക്കിംഗ് അബൌട്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് അപ്ഡേഷൻസ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഓൾറെഡി ഈ ഒരു മൂവിയുടെ ട്രെയിലർ വന്നത് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടു കാണുമല്ലോ. ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ടൈമിൽ എനിക്ക് ടൈം കിട്ടിയില്ല. അതുകൊണ്ട് മാത്രമാണ് ചെയ്യാഞ്ഞത്. എന്തായാലും സ്പൈഡർമാൻ മൂവിയിൽ ഒരേ സമയം തന്നെ സ്പൈഡർമാൻ ലൈഫിനോടൊപ്പം തന്നെ അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന പീറ്ററിനോടൊപ്പം സ്പൈഡറിന് എവല്യൂഷൻ സംഭവിച്ച് ഓർഗാനിക് വെബ് കിട്ടുന്നതായിട്ടും കാണിക്കുന്നതാണ്. മാത്രമല്ല സേഡി സിംഗിന്റെ ക്യാരക്ടർ ജീൻ ഗ്രേ ആയിട്ടായിരിക്കും ഈ ഒരു മൂവിയിൽ അപ്പിയറൻസ് നടത്തുക എന്നുള്ള അപ്ഡേഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം സ്പൈഡർമാൻ ബിയോണ്ട് ദ സ്പൈഡർവേഴ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ ടീസർ അല്ലെങ്കിൽ ഒരു ഫുൾ ഓൺ ട്രെയിലർ വരാനിരിക്കുന്ന സിനിമാക്കോളിലൂടെ റിലീസ് ചെയ്യാൻ പോവുകയാണെന്നുള്ള റൂമേഴ്സും ഇപ്പോൾ വരികയാണ്. അതിനിടയിൽ തന്നെയാണ് റയാൻ ഗോസ്ലിംഗിന്റെ വളരെയധികം ഐമാക്സിലൊക്കെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഹെയിൽമെയിൽ റിലീസ് ആയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഒരു ഇന്റർവ്യൂയിലൂടെ ഗോസ്റ്റ് റൈഡറിന്റെ കാര്യം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. മാർവലുമായിട്ട് ഇതിനെപ്പറ്റി ഒരുപാട് ടോക്സ് സംഭവിച്ചിട്ടുണ്ടെന്നും എത്രയും വേഗം തന്നെ നല്ലൊരു ന്യൂസ് ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം എന്ന രീതിയിൽ തന്നെയുള്ള സൂചനകൾ തന്നെയാണ് ഈ ഒരു ഇന്റർവ്യൂയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല സീക്രട്ട് വാർസിന് ശേഷം വരാനിരിക്കുന്ന സാഗയിലൂടെ ആയിരിക്കും ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ കൂടുതലായി കാണുവാൻ സാധിക്കുക. എക്സ്മാൻ 97 സീസൺ 2 വരാനിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ഒഫീഷ്യൽ ക്യാരക്ടർ പോസ്റ്റർ ഇപ്പോൾ മാർവൽ ആനിമേഷന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മാർവൽ ടെലിവിഷന്റെ ഭാഗത്തു നിന്ന് വണ്ടർമാൻ സീസൺ 2 ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സീസൺ 1 എന്നത് ഒരു സർപ്രൈസ് ഹിറ്റ് തന്നെയായിരുന്നു. ഒരു സ്ലോ പേസ് തുടങ്ങി വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു സീസൺ 1 കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. വണ്ടർമാന് സീസൺ 2 വരുന്നതൊക്കെ സന്തോഷം തന്നെയാണ്. എന്നാലും ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന മൂൺ നൈറ്റിൽ ഒരു സീസൺ 2 വരാത്തതിൽ എനിക്ക് ഇപ്പോഴും സങ്കടമുണ്ട്. അതുപോലെ തന്നെ മാർവൽ തന്നെ അൾട്ടിമേറ്റ് മൂവി ഇറങ്ങാൻ പോകുന്ന ഡൂംസ്ഡേക്ക് ശേഷവും അതിന്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷനായി പുറത്തുവരായിരിക്കുന്ന സീക്രട്ട് വാർസ് മൂവിയിലും ക്രിസ് ഇവാൻസ് ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. അതും ക്രിസ് ഇവാൻസിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ ഡൂമിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാപ്റ്റൻ ഹൈഡ്ര എന്ന വേർഷനിലായിരിക്കാം ഈ ഒരു ക്യാരക്ടർ വരിക. അതും അല്ലെങ്കിൽ ഡൂമിനെ എതിർക്കുന്ന രീതിയിൽ റെസിസ്റ്റൻസിന്റെ ലീഡറായിട്ടും ക്യാപ്റ്റൻ അമേരിക്കനെ കാണിക്കുവാനും സാധ്യതകളേറെയാണ്. അങ്ങനെയെങ്ങാനുമാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരു സിവിൽ വാർ 2 തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേഷൻ ആണ് ബ്ലാക്ക് പാന്തർ 3യുമായി ബന്ധപ്പെട്ടുള്ളത്. ഡെൽസൽ വാഷിംഗ്ടൺ ഓൾറെഡി ഈ ഒരു മൂവിയിൽ കൺഫേം ആയിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴിതാ മൂവിയുടെ ഒരു ചെറിയ സിനോപ്സിസ് ലഭിച്ചിട്ടുമുണ്ട്. പ്രധാനമായിട്ടും ടിച്ചാള ചാഡ്വിക് ബോസ്മാന്റെ അല്ല മറിച്ച് മകനായിട്ടുള്ള ടിച്ചാളയുടെ ക്യാരക്ടർ വക്കാണ്ടയിൽ സംഭവിക്കാതിരിക്കുന്ന ഒരു സ്പേസ് റിലേറ്റഡ് ത്രെറ്റിനെ എതിർക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു എൻഡർ മൂവി ഒരുങ്ങുക എന്നും അതോടൊപ്പം തന്നെ മാർവൽ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത സാവേജ് ലാൻഡിനെ ഈ ഒരു മൂവിയിലൂടെ കൂടുതലായി കാണിക്കുമെന്നും ഇപ്പോഴിതാ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും സീക്രട്ട് വാർസിന് ശേഷം തന്നെയായിരിക്കും ഈ ഒരു മൂവിയും ഒരുങ്ങുക. ഇതോടുകൂടി മാർവലിന്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേഷൻ സംസാരിച്ചിരിക്കുകയാണ്. ഇനി DC സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മാറ്റ് റീവ്സിന്റെ ബാറ്റ്മാൻ 2മായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗം എത്രത്തോളം വിജയകരമായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ആ ഒരു ലെവലിൽ തന്നെ സെക്കൻഡ് പാർട്ട് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ടും ഒരു ഹൊറർ വൈബിലുള്ള ഒരു മൂവി ആയിട്ടായിരിക്കും ഈ ഒരു മൂവി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കൺഫേം ആയിട്ടുള്ളതാണ്. മാത്രമല്ല ഇതിൽ മെയിൻ വില്ലനായി വരാൻ പോകുന്നത് ഏതൊരു ക്യാരക്ടർ ആണെന്ന് കൺഫേം ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും മാർവലിൽ വിന്റർ സോൾജറായി വന്നിട്ടുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ സ്റ്റാൻ 2 ഫേസ്
റിലീസ് ആയി വരുമെന്ന് കൺഫേം ആയിട്ടുമുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയപ്പെടേണ്ട മറ്റൊരു അപ്ഡേഷനാണ് സൂപ്പർ ഗേളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്ന പുതിയ ട്രെയിലർ. ഒരു ചെറിയ രീതിയിൽ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ വൈബൊക്കെ അടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ട്രെയിലർ റെഡി ആയിരിക്കുന്നത് എങ്കിൽ തന്നെയും ഞാൻ ഈ ഒരു മൂവിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് സാക്ഷാൽ ലോബോയെ തന്നെയാണ്. ജെയ്സൺ മൊമോവ ആസ് ലോബോ. ഓ, കിട്ടിയില്ല കാസ്റ്റിംഗ്. ഓൾറെഡി പുള്ളിക്കാരൻ അക്വാമാൻ ആവുന്നതിന് മുമ്പ് തന്നെ ലോബോയെ DC-യിൽ വരണമെന്നായിരുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ ഫാൻസിന്റെയും ആഗ്രഹം. പക്ഷേ അതിലോട്ടൊന്നും കൂടുതലായിട്ട് കടക്കുന്നില്ല. എന്തായാലും ജെയ്സൺ മൊമോവയുടെ റിട്ടേണിന് വേണ്ടി നമ്മൾ എല്ലാവരും തന്നെ കാത്തിരിക്കുന്നു. എന്തായാലും സൂപ്പർ ഗേൾ മൂവി എന്നതൊരു ചെറിയ ഇമോഷണൽ റൈഡ് എന്ന രീതിയിലായിരിക്കും കൊണ്ടുപോകുക എന്ന് ഓൾറെഡി പല റൂമേഴ്സിലൂടെ നമുക്ക് മനസ്സിലാക്കിയിരുന്നതാണ്. എന്തായാലും ഈ ഒരു മൂവിക്ക് വേണ്ടി നിങ്ങളിൽ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു സീരീസ് ഇപ്പോൾ DC-യുടെ ഭാഗത്തുനിന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ സൂപ്പർമാൻ മൂവിയിൽ കണ്ടുണ്ടായിരുന്ന ജിമ്മി വോൾസനും DC-യിലെ തന്നെ വൺ ഓഫ് ദ ഇന്റലിജന്റ് സൂപ്പർ വില്ലൻ ആയിട്ടുള്ള ഗൊറില്ല ഗോഡുമാണ് ഈ ഒരു എൻഡയർ സീരീസിലും മെയിൻ ക്യാരക്ടേഴ്സ് ആയി വരാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാതിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു എൻഡയർ സീരീസ് എന്നത് ഒരു ക്രൈം മിസ്റ്ററി കോമഡി ത്രില്ലർ രീതിയിലാണ് കാണിക്കാൻ പോകുന്നത് എന്നുള്ള അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ഒരു സീരീസിന്റെ ബേസ് എന്നത് ഒരു ക്രൈം മിസ്റ്ററി ആണെങ്കിലും അത് ഒരു കോമഡി രീതിയിലേക്ക് തന്നെയായിരിക്കും നമ്മളിലേക്ക് പ്രസന്റ് ചെയ്യുക. എങ്ങനെയാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സും ഇതിൽ ഒന്നിക്കാൻ പോകുന്നതെന്ന് എനിക്ക് യാതൊരു പിടുത്തവുമില്ല. എന്തെങ്കിലും അപ്ഡേഷൻസ് കിട്ടുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേക്കാം. ഇതോടുകൂടി DC അപ്ഡേഷൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റ് സൂപ്പർ ഹീറോ ഹോളിവുഡ് അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ ഇൻവിൻസിബിൾ സീസൺ 4ന്റെ എപ്പിസോഡ് 5 റിലീസ് ആയിരിക്കുകയാണ്. അടുത്ത ആഴ്ച എപ്പിസോഡ് 6ഉം പുറത്തു വരുന്നു. ആക്ച്വലി സൂപ്പർ ഹീറോ ഫാൻസിന് വളരെയധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി കിണ്ണങ്കാച്ചി സീരീസ് തന്നെയാണ് ഇൻവിൻസിബിൾ. മാത്രമല്ല ഈ ഒരു ഇൻവിൻസിബിൾ സീരീസിന്റെ തന്നെ അൾട്ടിമേറ്റ് വില്ലൻ ആയിട്ടുള്ള ത്രാഗിനെയും ഇപ്പോൾ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സീസൺ 4ിലൂടെ. ഒമ്നിമാനേക്കാളും എല്ലാം വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് വിൽട്രം റൂളർ തന്നെയാണ് ത്രാഗ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അൾട്ടിമേറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇനി ഇൻവിൻസിബിൾ യൂണിവേഴ്സിൽ സംഭവിക്കാൻ പോവുകയാണ്. ഓൾറെഡി കോമിക്സ് വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാമായിരിക്കും. എന്തായാലും ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണെന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സൂപ്പർ ഹീറോ ഫാൻസ് വളരെയധികം വെയിറ്റ് ചെയ്തിരുന്ന ബോയ്സ് സീസൺ 5 അടുത്ത ആഴ്ച അതായത് ഏപ്രിൽ 8 ആമസോൺ പ്രൈമിലൂടെ പുറത്തു വരാനിരിക്കുകയാണ്. ട്രെയിലർ എന്ന് പറഞ്ഞത് കിഡിലൻ ട്രെയിലർ ആയിരുന്നു പുറത്തു വന്നിരുന്നത്. ഹോംലാൻഡറിനോടൊപ്പം സോൾജിയർ ബോയും ഒന്നിച്ചു ചേർന്നാണ് ഇപ്രാവശ്യം ബോയ്സ് ടീമിനെ ഹണ്ട് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ബില്ലി ബുച്ചർ ആണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നോർമലായി നമ്മൾ കണ്ടിരുന്ന സൂപ്പർ ഹീറോ സങ്കല്പങ്ങളെ വളരെയധികം മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്ന ഒരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ദ ബോയ്സിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബോയ്സിനോടൊപ്പം തന്നെ ജെൻവിയിലെ പല ക്യാരക്ടേഴ്സും ഈ ഒരു സീരീസിൽ അപ്പിയറൻസ് നടത്തുമെന്നും ഇപ്പോൾ കൺഫേം ആണ്. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വരാനിരിക്കുന്ന അവതാർ ദ ലാസ്റ്റ് എയർബെൻഡർ സീസൺ 2 ഈ വർഷം ജൂൺ 25 റിലീസ് ആകുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്തുനിന്ന് തന്നെ. അവതാർ സീരീസ് കണ്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീസൺ തന്നെ ആയിരിക്കും ഇത് എന്നുള്ള കാര്യം. സീസൺ 2ഉം 3ഉം ബാക്ക് ടു ബാക്ക് ഷൂട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിന്റെ അടുത്ത സീസണും അടുത്ത വർഷം അതായത് 2027 പുറത്തിറങ്ങുമെന്നും ഇപ്പോൾ അൺഒഫീഷ്യൽ ആയിട്ടുള്ള റൂമറും വന്നിരിക്കുകയാണ്. ഈ വർഷം ഡിസംബർ 18 അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുമായി ഡയറക്റ്റ് ക്ലാഷ് ആയി റിലീസ് ആകാതിരിക്കുന്ന ഡ്യൂൺ 3യുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ 2 പാർട്ടുകൾ എത്ര വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തിയേറ്ററിൽ നിന്ന് നമുക്ക് നൽകിയിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ വളരെയധികം വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു 3ാം ഭാഗം തന്നെയാണ് ഡ്യൂണിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വരാനിരിക്കുന്നത്. ചുരുക്കത്തിൽ ഡൂംസ്ഡേക്ക് ശേഷം ഡയറക്റ്റ് ആയിട്ട് തന്നെ പോയി ഡ്യൂൺ കാണുക. ആരൊക്കെ ഈ ഒരു ഡ്യൂൺസ്ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ മെൻഷൻ ചെയ്യുക. അതുപോലെ ആപ്പിൾ ടിവിയിലൂടെ പ്രീമിയർ ചെയ്യുന്ന മോൺസ്റ്റർ വേഴ്സിൽ നിന്നുമുള്ള മോണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സിന്റെ എപ്പിസോഡ് 6ഉം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രൊഡക്ഷൻ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു മയവും ഇല്ലാതെ തന്നെയാണ് ഈ ഒരു എൻഡർ സീരീസും ഒരുങ്ങിയിരിക്കുന്നത്. ആക്ച്വലി ഒരു പക്ക തിയേറ്റർ മെറ്റീരിയൽ തന്നെയാണ് ഇപ്പോൾ ആപ്പിൾ ടിവിയിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാവുന്നതാണ്. ജോൺ വിക്കിലൂടെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള കെയിൻ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സ്പിൻ ഓഫ് സീരീസ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള അപ്ഡേഷനും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെയധികം ഫാൻ ഫേവറേറ്റിംഗും ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് കെയിൻ. അതിനിടയിൽ തന്നെയാണ് ഹാരി പോട്ടർ റീബൂട്ട് സീരീസിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പഴയ നൊസ്റ്റാൾജിക് വൈബ് തരുന്ന രീതിയിൽ പ്രൊഡക്ഷൻ ക്വാളിറ്റിക്ക് ഒരു മയവും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു എൻഡർ സീരീസും ഒരുങ്ങാൻ പോകുന്നതെന്ന് ട്രെയിലറിലൂടെ വ്യക്തമായിട്ടുണ്ട്. എന്നാലും സ്നേപ്പിന്റെ ക്യാരക്ടർ മാത്രം ഒരു മിസ്കാസ്റ്റ് ആയി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എങ്കിലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുപോലെ തന്നെ റോക്ക് അതായത് ഡ്വേയ് ജോൺസൺ ഒക്കെ പ്രധാന വേഷത്തിൽ എത്തുന്ന മോആന 3യുടെ ലൈവ് ആക്ഷൻ വേർഷന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയെങ്കിലും കാത്തിരുന്ന് തന്നെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന അസാസിൻസ് ക്രീഡ്, സ്കൂബിഡു തുടങ്ങിയിട്ടുള്ള പല ഫ്രാഞ്ചൈസീസിന്റെയും ലൈവ് ആക്ഷൻ വേർഷൻസ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനമായി സോണിക് 4ന്റെ ഒഫീഷ്യൽ ടീസർ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും ജിം ക്യാരി വീണ്ടും റോബോണിക്കായി സോണിക് 4ിലൂടെ റിട്ടേൺ ചെയ്യുന്നു എന്നുള്ള ഒരു സർപ്രൈസിംഗ് വണ്ടർഫുൾ ന്യൂസ് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കിയാനു റീവ്സിന്റെ ഷാഡോ ക്യാരക്ടറും ഈ ഒരു 4th പാർട്ടിൽ ഉണ്ടാകുമെന്നും കൺഫേംഡ് ആണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.